ഇന്ന് പകലിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവ് എനിക്ക് തന്ന ആലോചന ഞാൻ വേഗത്തിൽ പ്രസ്താവിച്ചുകൊള്ളാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിന്റെ 1 മുതൽ 8 വരെ വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. Acts of Apostles, chapter 10, verses 1 to 8. നമ്മൾ വായിച്ചായ തിരുവെഴുത്ത് നമുക്ക് വളരെ സുപരിചിതമാണ്. ഒരുപക്ഷെ ഈ വചനത്തിലൂടെ നിങ്ങൾ ഇതിനു മുമ്പ് ദൈവത്തിന്റെ ആലോചന പല പ്രാവശ്യം ശ്രമിച്ചു ഞാൻ കരുതുന്നു. ദൈവത്തിന്റെ വചനത്തിന് ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഈ വചനം ഇന്നും മനുഷ്യ ഹൃദയങ്ങളോട് അഥവാ നമ്മളോട് ഈ വചനം സംസാരിക്കാൻ പര്യാപ്തമാണ്. ഈ വചനം കേവലം മനുഷ്യ വാക്കുകളായിട്ടല്ല നാം അറിയുന്നതും അനുഭവിക്കുന്നതും ആസ്വദിക്കുന്നതും. ചിലർ അങ്ങനെ കാണുന്നുണ്ട്. തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവർ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഞങ്ങളോട് സംസാരിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ ഒരു ദൈവദാസൻ ഞങ്ങളോട് പറയുന്ന വാക്കുകൾ എന്നതിലുപരിയായി അത് ഉള്ളതുപോലെ ദൈവത്തിന്റെ വചനമായിട്ട് തന്നെ അവർ സ്വീകരിപ്പാൻ ഇടയായിത്തീർന്നു. അവർ സ്വീകരിക്കുക മാത്രമല്ല, പൗലോസ് അവരെക്കുറിച്ച് പറയുന്നത്, വിശ്വസിക്കുന്ന നിങ്ങളിൽ ഈ വചനം വ്യാപരിക്കുവാനിടയായി. ഇത് വളരെ അതിപ്രധാനമായ ഒരു വസ്തുത. നാം വചനം കേൾക്കുമ്പോൾ നമ്മൾ സ്വീകരിച്ച് അത് അവിടെ കൊണ്ട് തീർക്കുകയല്ല ചെയ്യുന്ന, അവസാനിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ ഈ വചനമായിട്ട് വേണം നമ്മൾ പോകുവാൻ. അവിടെ ചെയ്യുന്നില്ല. ജോലി സ്ഥലത്തേക്ക് പോകുമ്പോഴും ഈ വചനമായിട്ട് വേണം നിങ്ങൾ പോകുവാൻ. ഈ വചനം അതിന്റെ ക്രിയ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. എന്തുദ്ദേശത്തോടുകൂടെ കർത്താവ് തന്റെ വചനം അയക്കുന്നുവോ ആ ഉദ്ദേശം നിവൃത്തിയാകുവോളം ആ വചനം നമ്മിൽ ക്രിയ ചെയ്യും. ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഹാസ് ഗോട്ട് എനോർമസ് ക്രിയേറ്റീവ് പൊട്ടൻഷ്യൽ. ഇതിന് വളരെ ക്രിയാത്മകമായ ശക്തിയുണ്ട്. കർത്താവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുന്നത് എപ്രകാരമാണ്? വചനത്തിലൂടെ. ഉളവാകട്ടെ പറഞ്ഞപ്പോൾ തന്റെ വചനത്തിലൂടെ, വചനം മുഖാന്തരം സകലവും ഉളവായി. അപ്പോൾ ഇന്ന് പകലിൽ ഈ വചനത്തിന്റെ ശക്തി തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഈ വചനം നമ്മൾ കേൾക്കുക മാത്രമല്ല, ഈ വചനം നാം സ്വീകരിക്കുകയും വചനത്തെ നാം വഹിക്കുകയും ചെയ്യുമെങ്കിൽ ഈ വചനം നമ്മെ വഹിപ്പാൻ പര്യാപ്തമാണ്. അതിൽ നമ്മിൽ വ്യാപരിക്കുവാൻ, അത് നമ്മിൽ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വിടുതൽ നമ്മിൽ വെളിപ്പെടുത്തുവാനിടയായി. പുസ്തകത്തിൽ പഠിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ഒരു പ്രധാന വാഗ്ദത്തം പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് എന്താണ്?
അത് ശിഷ്യന്മാർക്ക് കൊടുത്ത പരിശുദ്ധാത്മാവിന്റെ വാക്ക്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാക്കി. ഈ വാഗ്ദാനം കർത്താവ് നിറവേറ്റുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ ഉണ്ടായ പരിശുദ്ധാത്മ പകർച്ചയുടെ അനന്തരഫലമായിട്ട് യഹൂദ വിശ്വാസികളായ അനവധി പേർ, 3000 പേർ ആ ദിവസം തന്നെ, പിന്നീട് അനവധി പേർ കർത്താവിന്റെ കൃപയിലേക്ക് വരുവാനിടയായി. എന്നാൽ 8-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സ്തെഫാനോസിന്റെ മരണത്തിന് അനന്തരം ഉണ്ടായ വലിയ പീഡനനിമിത്തം വിശ്വാസികൾ എന്ത് ചെയ്തു? പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോവാനിടയായി. അങ്ങനെ ചിതറിപ്പോയ വ്യക്തികൾ അവിടെ ഉടനീളമായിട്ട് സുവിശേഷം അറിയിച്ചു. അങ്ങനെ ശമരിയയിലും ചിലരെത്തി, പ്രത്യേകിച്ച് ഫിലിപ്പോസിന്റെ നേതൃത്വത്തിൽ ചിലർ ശമരിയയിലെത്തി. അവിടെ സുവിശേഷം അറിയിച്ച മുഖാന്തരം ശമരിയ നിവാസികളായ അനേകർ സുവിശേഷം കേൾക്കുവാനിടയായി. ആ വസ്തുത നമ്മൾ വായിക്കുന്നു. എന്നാൽ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ജാതീയനായ ഒരു കൊർന്നലിയോസിന്റെ മാനസാന്തര വിഷയം നമ്മൾ വായിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഒരു അധ്യായം മുഴുവനും ഈ വ്യക്തിയുടെ മാനസാന്തര അനുഭവത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അത് നിസ്സാരമായ ഒരു വിഷയമല്ല. വേണേ ഒറ്റ വാക്കിൽ പറഞ്ഞ മതി, കൊർന്നലിയോസും മാനസാന്തരപ്പെടുവാൻ ദൈവമേൽ വരുവാൻ ഇടയായിട്ടെന്ന് പറഞ്ഞാൽ മതി. അത് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. കാര്യം ആ വ്യക്തിയെ കുറിച്ച് അറിയുവാൻ ഇടയായി. എന്നാൽ കേവലം ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്ന ഉപരിയായിട്ട് ദൈവം തന്റെ പ്രവൃത്തി ഓരോ കാലഘട്ടങ്ങളിൽ എപ്രകാരമായി ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സവിസ്തരം ഇത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കൺവേർഷൻ എക്സ്പീരിയൻസ് വളരെ പ്രാധാന്യമുണ്ട്. ഞാൻ അതിന്റെ എല്ലാ ഭാഗങ്ങളും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഈ വ്യക്തിയെ പെട്ടെന്ന് ചില വാക്കുകളിൽ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. Who was this guy called Cornelius? Cornelius എന്ന് പറഞ്ഞ ഈ വ്യക്തിയുടെ പ്രത്യേകത എന്തുവാ? വചനത്തിൽ നമ്മെ ഓർപ്പിക്കുന്നത് he was a Roman official. അദ്ദേഹം ഒരു റോമൻ ഒഫീഷ്യൽ ആയിരുന്നു, സാധാരണ വ്യക്തിയല്ല. He was a commander of a regiment called Italian Cohort. അദ്ദേഹത്തിന്റെ കീഴിൽ 100 പടയാളികളുണ്ടായിരുന്നു. So he was a centurion. 100 പടയാളികൾക്ക് നേതൃത്വം നൽകുന്ന ഒരു കമാൻഡിംഗ് ഓഫീസർ. എന്നാൽ തന്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനമാനങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തുന്ന ഉപരിയായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിടെ നമ്മെ ഓർപ്പിക്കുന്ന തന്റെ ജീവിത അനുഭവങ്ങളെ കുറിച്ച്. അപ്പോൾ വിജാതീയനായ ഒരു റോമൻ ഒഫീഷ്യൽ എന്ന് പരിചയപ്പെടുത്തിയതിനു ശേഷം പിന്നെ തന്നെ കുറിച്ച് പറയുന്നത് he was a devout man, he was a God fearing man. താൻ വളരെ ദൈവഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. താൻ മാത്രമല്ല, തന്റെ സകല ഗൃഹത്തോട് എന്ന് പറഞ്ഞാൽ his entire household. അപ്പോൾ അച്ചായൻ മാത്രമല്ല പ്രാർത്ഥനയ്ക്ക് പോകുന്നത്, പിന്നെ മമ്മയും മക്കളും പിന്നെ ആ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരെല്ലാവരും ദൈവത്തെ ഭയപ്പെടുന്നത്. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം അല്ലേ? കുടുംബമായിട്ട് കർത്താവിനെ ആരാധിക്കുകയും കർത്താവിനെ സേവിക്കുകയും ചെയ്യുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമല്ലേ? പ്രത്യേകിച്ച് കുടുംബത്തിൽ നിന്നൊക്കെയും തനിയെ വിശ്വാസത്തിൽ വരുന്നവർക്ക് എപ്പോഴും ഒരു വേദനയുണ്ട്. കർത്താവ് എന്നാ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിക്കുന്നത്? ആരെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഏകനായിട്ട് കർത്താവിനെ ആരാധിപ്പാനും കർത്താവിന്റെ വഴികളിൽ നടക്കുവാൻ നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഭാരപ്പെടരുത്. ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വചനമുണ്ട്. കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, നീ ഈ ഒരു വാഗ്ദത്തം എനിക്ക് നൽകിയിട്ടുണ്ട്, ഞാനത് വിശ്വസിക്കുന്നു, ദൈവം അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് ഒരുപക്ഷെ എന്റെ ജീവിതപങ്കാളി ഇതുവരെ മാനസാന്തരപ്പെട്ട് കാണുകയില്ല, ഒരുപക്ഷെ മാതാപിതാക്കന്മാർ ഈ അനുഭവത്തിൽ വന്നു കാണുകയില്ല.
നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഈ ശ്രേഷ്ഠത ഇതിൽ മനസ്സിലാക്കി കാണുകയില്ല എങ്കിലും സ്തോത്രം, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം അത് പ്രവർത്തിക്കും. ഞാൻ എൻ്റെ അനുഭവം കൂടെ പറയുന്നത്. സ്തോത്രം. പോട്ടെ. So he was a God-fearing man. അത് മാത്രമല്ല, he was very generous. അവൻ വളരെ അധികം ദാനധർമ്മം ചെയ്തതെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇതിനെല്ലാം ഉപരി, above all, he was a man of prayer. ഇത്രയും ഗുണമുള്ള അല്ലെങ്കിൽ ഇത്രയും സവിശേഷതയുള്ള ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ദൈവഭയമുള്ളവൻ, ഔദാര്യശീലൻ, പിന്നെ മാത്രമല്ല പ്രാർത്ഥനാ മനുഷ്യൻ. നമ്മൾ ആൾക്കാരൊക്കെ പരിചയപ്പെടുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഗുണം ചിലപ്പോൾ കണ്ടെത്തുവാൻ എളുപ്പമല്ലേ. നീ അത് മാത്രമല്ല ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതിന്റെ 22-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. മാത്രമല്ല, he was a righteous person. അവൻ നീതിമാനായ മനുഷ്യനായിരുന്നു. കൂടാതെ യഹൂദന്മാരെ സകല ജാതിയാലും നല്ല സാക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ പല സെക്ടുകളുണ്ടായിരുന്നു, പല ഗ്രൂപ്പുകളുണ്ടായിരുന്നു. അവിടെ ഗ്രൂപ്പിൽ എല്ലാവർക്കും ഇദ്ദേഹത്തെ കുറിച്ച് വളരെ നല്ലൊരു സാക്ഷ്യം പറയാം. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും തന്റെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ തന്റെ ദൈവഭക്തിയുള്ള ബന്ധത്തിലാണ്. പക്ഷെങ്കിൽ അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യത്തിന്റെ ഉടമയാണ്. നമ്മള് സാധാരണ ആരാധനയിൽ സാക്ഷ്യം പറയാറുണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് സമയം മാത്രമേ എടുക്കാറുള്ളൂ. നാട്ടിലൊക്കെ ചിലപ്പോൾ ആരാധനയോ പലപ്പോഴും സാക്ഷിയോഗമായിട്ട് മാറും. അതിന് ഗുണവും ദോഷമുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെങ്കിൽ സഭയിൽ നമുക്ക് സാക്ഷ്യം പറയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? വലിയ ബുദ്ധിമുട്ടില്ലല്ലേ? പക്ഷെ അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മുടെ ഭവനത്തിൽ നമുക്കൊരു സാക്ഷ്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വ്യക്തിക്ക് ഒരു വലിയ സാക്ഷ്യം ഉണ്ടായിരുന്നു. തന്റെ കുടുംബസ്ഥനെ കുറിച്ച് സാക്ഷ്യം പറയുമായിരുന്നു, തന്റെ സഹപ്രവർത്തകർ, തന്റെ കീഴുദ്യോഗസ്ഥന്മാർ സാക്ഷ്യം പറയുമായിരുന്നു. അത് മാത്രമല്ല, യഹൂദന്മാരുടെ സകല ജാതി പല ഗ്രൂപ്പുകളുണ്ട്. നമുക്കിന്നുള്ളത് പോലെ എല്ലാ ഡിനോമിനേഷനും അവർക്കും ഉണ്ടായിരുന്നു. സാധാരണ ഒരു ഡിനോമിനേഷൻപ്പെട്ട ആള് മറ്റൊരു ഡിനോമിനേഷൻ ആളെ കുറിച്ച് നല്ല കാര്യം പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അവരെ സംബന്ധിച്ചോളം എല്ലാവർക്കും ഒരുപോലെ താൻ സമ്മതനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മളെ കുറിച്ച് മറ്റവർ പറയുന്ന സാക്ഷ്യമുണ്ട്. നമ്മൾ എവിടെ പോയാലും, നമ്മൾ എവിടെ പ്രവർത്തിച്ചാലും, എവിടെ ജീവിച്ചാലും ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മളെ എപ്പോഴും വീക്ഷിക്കുന്ന അനേകരുണ്ട്. ഞാൻ 2 കണ്ണുകൾ കൊണ്ട് നിങ്ങളെ വീക്ഷിക്കുമ്പോൾ, നിങ്ങളെ കാണുമ്പോൾ അനേക ജോഡി കണ്ണുകൾ എപ്പോഴും എന്നെ വീക്ഷിച്ചോണ്ടിരിക്കുക, അല്ലയോ? സത്യമല്ലയോ? നമ്മളതൊരിക്കലും മറന്നു പോകും. നമ്മളെവിടെ പോയാലും ഒരു സാക്ഷ്യം നാം അവശേഷിപ്പിച്ചിട്ടാണ്. നമ്മൾ പ്രത്യേകിച്ച് ഇതെന്റെ സാക്ഷ്യമാണ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നാം ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ പോലും we leave a testimony in that place. ആ സാക്ഷ്യം അവിടെ നൽകാതെ ആർക്കും പോകാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ ആരെന്നറിയാമോ? നമ്മൾ ദൈവമക്കളാണ്. ഒരു പക്ഷേ ആ സാക്ഷ്യം ഒരു നല്ല സാക്ഷ്യമായിരിക്കാം, അല്ലെങ്കിൽ ആൾക്കാർ ഓർക്കുവാൻ ആഗ്രഹിക്കാത്ത സാക്ഷ്യമായിരിക്കും. ഇറ്റ് കുഡ് ബി ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ന്യൂട്രൽ ആയിട്ടുള്ള കാര്യം മിക്കവാറും നടക്കാൻ സാധ്യതയില്ല. നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും മറ്റുള്ളവരെ സ്വാധീനിക്കാൻ പര്യാപ്തം. അത് ഏത് വിധത്തിലുള്ള സ്വാധീനമാണെന്നുള്ള തീരുമാനിക്കുന്നത് നമ്മളാണെന്നുള്ള കാര്യം പറഞ്ഞു. ഏതെങ്കിലും ആയിക്കൊള്ളട്ടെ, ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോട്ടെ. ഈ മനുഷ്യൻ വളരെ ഗുണങ്ങളും നിറഞ്ഞു.
പ്രാർത്ഥിക്കുന്ന വേളയിൽ ഒരു പകൽ നേരത്ത് ജനിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ആശയക്കുഴപ്പമുണ്ട്. അദ്ദേഹം ഡ്യൂട്ടിയിലായിരിക്കുമ്പോഴും എന്താ ചെയ്യുന്നത്? പ്രാർത്ഥിക്കാൻ എനിക്ക് തോന്നിപ്പോയി. പക്ഷെങ്കിൽ ആ സമയത്ത് ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ വന്നു. താൻ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ആദ്യമായിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കർത്താവ് നമുക്കൊരു വെളിപ്പാട് തരുമ്പോൾ എങ്ങനെയായിരിക്കും അത് നമുക്ക് നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്? എങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്? നമുക്കത് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കും അല്ലേ? ചിലപ്പോൾ ചിലർ നമ്മളോട് ദൂത് പറയും, ചിലപ്പോൾ വെളിപ്പാട് പറയും, ദൈവത്തിനെ ആദ്യം നൽകും. പക്ഷേ നമുക്ക് ഒരു എത്തും പിടി കാണുന്നു. ഇത് എന്തുവാ എന്നോട് പറഞ്ഞത്? ചില സഹോദരങ്ങളൊക്കെ എന്നോട് ചിലപ്പോൾ ഇത് ചോദിക്കും, യോസനെ ആ പ്രാർത്ഥനയിൽ ഇന്ന വ്യക്തി എന്നോട് ദൂത് പറഞ്ഞു, പക്ഷെ എനിക്കൊന്നും പിടികിട്ടിയില്ല. ഒത്തിരി കാര്യമൊക്കെ പറഞ്ഞു, എന്തുവാ എന്നുള്ള എനിക്ക് ഒരു ഐഡിയ ഇല്ല. ദൈവം നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് സ്പഷ്ടമായി മനസ്സിലാക്കണം ദൈവം ആഗ്രഹിക്കും. അത് മാത്രമല്ല, ഞാനും ആഗ്രഹിക്കുന്ന കാര്യം ഞാനൊരു വ്യക്തിയോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കും. സ്പഷ്ടമായിട്ട് തന്നെ കണ്ടു. അത് മാത്രമല്ല, കൊർന്നേലിയസിനെ തന്നെ വിളിക്കുന്നത് കേട്ടു. അവൻ വളരെ ഭയത്തോടെ ഒറ്റുനോക്കി, കർത്താവേ എന്താവുന്നു കർത്താവെ എന്ന് ചോദിച്ചു. ഉടനെ ഈ ദൂതൻ ഒരു കാര്യം അവനോട് അറിയിക്കുന്നു, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ പേടിപ്പിക്കുന്ന ഒരു ദൂതമായിട്ടൊന്നുമല്ല ഈ ദൂതനെ ദൈവം അയച്ചത്. പിന്നെന്തുവാ? കൊർന്നേലിയസേ, നിന്റെ പ്രാർത്ഥനയും നിന്റെ പ്രവൃത്തിയും ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തെ സംബന്ധിച്ചോളം നമ്മൾ എപ്പോഴും കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൂതല്ലയോ? കർത്താവ് എന്റെ പ്രാർത്ഥന കേട്ടു എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ അതെന്തൊരു സന്തോഷം അല്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം അത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും എത്ര അസാധ്യമായ കാര്യമാണെന്ന് തോന്നിയാലും ദൈവം നിങ്ങൾക്കൊരു ഉറപ്പ് നൽകുകയാണ്. പ്രിയ കുഞ്ഞെ, പ്രിയ പൈതലെ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ ദൈവദാസനെ, നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം പറയാം. പ്രാർത്ഥിക്കുന്ന നമ്മെ സംബന്ധിച്ചോളം നാം ഉറപ്പാക്കേണ്ടുന്ന വിഷയം, എന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയോ ഇല്ലയോ എന്നത്. പലപ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് നിശ്ചയമില്ല. പ്രാർത്ഥിക്കുന്ന ദൈവദാസൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് പ്രാർത്ഥന കേട്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ പോകുന്ന അനേകർ. എന്നാൽ അങ്ങനെയല്ല. നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്റെ പ്രാർത്ഥന കൈക്കൊണ്ടു എന്നുള്ള ഒരു വലിയ ധൈര്യവും ഉറപ്പും ദൈവത്തിന്റെ ആത്മാവ് നൽകുന്നു. അതുകൊണ്ട് ചിലപ്പോൾ ആ നിമിഷം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി അവിടെ ലഭിച്ചു എന്നതിന് അർത്ഥമില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചു, അടുത്ത നിമിഷം ഒരു അത്ഭുതം നടന്നു എന്ന് വരണമെന്നില്ല. തീർച്ചയായിട്ടും വരാൻ സാധ്യതയുണ്ട്. ദൈവം ചെയ്തിരിക്കും. എങ്കിലും അതൊരു പക്ഷെ നടന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു ധൈര്യം ഉണ്ടാകണം, എന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. പ്രാർത്ഥന മാത്രമല്ല, പിന്നെ എന്തുകൂടെ അവിടെ എത്തിയിരിക്കുന്നത്? പ്രവൃത്തി എത്തിയിരിക്കുന്നു. അപ്പൊ ഇത്രയും അനുഭവമുള്ള മനുഷ്യനെ വാസ്തവത്തിൽ തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുള്ളതായിട്ടൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ അനുഭവങ്ങൾ മാത്രം നൽകി അവനെ വിടുക എന്നുള്ളതല്ല. അവന്റെ ജീവിതത്തിൽ ദൈവം മറ്റു ചില പ്രവൃത്തികളും കൂടെ ചെയ്യുവാൻ ഉണ്ടായിരുന്നു. അതിലേക്ക് ദൈവം ഒരുക്കുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇനി നീ എന്തോ ചെയ്യേണ്ടത്? എല്ലാം എത്തിയിരിക്കുന്നു, വളരെ സന്തോഷമായി. ഇനി ഇങ്ങനെ അങ്ങ് പോകാമെന്നല്ല കർത്താവ് പറയുന്നത്. ഇനിയും നീ ചെയ്യേണ്ട കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? നീ യോപ്പയിലേക്ക് ആവേച്ച് പത്രോസ് എന്ന മറുപടിയുള്ള ശിമോനെ എടുക്കുക. അവൻ തോൽക്കലനായ ശിമോൻ എന്നൊരുവനോട് കൂടെ പാർക്കുന്നവന്റെ വീട് കിടപ്പുണ്ട്. അപ്പോൾ ദൂതന്റെ അടുത്ത സന്ദേശം,
നിന്റെ പ്രാർത്ഥനയും ധർമ്മവും എല്ലാം ദിവസത്തിൽ എത്തി. എന്നാൽ ഇതുകൊണ്ട് നീ തൃപ്തി അടഞ്ഞിരിക്കരുത്. ഇതിലുപരിയായിട്ട് ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. അതെന്തറിയാമോ? നല്ല മനുഷ്യനാണെങ്കിലും അവൻ ഇതുവരെയും യേശു ക്രിസ്തുവിലൂടെ രക്ഷ അനുഭവിച്ചിട്ടില്ല. അവൻ യഥാർത്ഥ സുവിശേഷത്തിലേക്ക് കേട്ടിട്ടില്ല. അവൻ ഭക്തനാന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണെന്നറിയാമോ? യഹൂദന്മാർ സേവിക്കുന്ന ഏക സത്യ ദൈവത്തെ കുറിച്ചുള്ള അറിവ് അവന് ലഭിച്ചിട്ട് അവൻ ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ദൈവഭക്തൻ, ഗോഡ് ഫിയറിംഗ് ഡിവോട്ട് മാൻ എന്ന് പറയുന്നത്. എന്നാൽ ആ ദൈവത്തെ തന്റെ പിതാവായി ക്രിസ്തുവിലൂടെ ദൈവം നൽകിയിരിക്കുന്ന രക്ഷ ഇതുവരെയും താൻ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് താൻ പ്രാപിക്കുവാനാണ് ദൈവം ഇവന്റെ ജീവിതത്തിൽ തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ. അപ്പോൾ ഒരു പാസ്റ്ററിന്റെ അഡ്രസ് കൊടുത്തു. പേര് ശിമോൻ. അതിന്റെ മറ്റൊരു പേര് കൂടെ ഉണ്ട്, പത്രോസ്. എവിടെയാണ് പാർക്കുന്നത്? ബീച്ച് റോഡില് ആണ് അവൻ പാർക്കുന്നത്. പിന്നെ അവൻ പാർക്കുന്ന ഭവനത്തിന്റെ അഡ്രസ്സും ആ വ്യക്തിയുടെ പ്രൊഫഷനും കൂടെ പറയും. കർത്താവ് ഇതിന് എത്ര ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറഞ്ഞത്. ഇപ്പൊ യോപ്പയിൽ ചെന്ന് കഴിഞ്ഞാല് എനിക്ക് ശിമോനെ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു ശിമോനായിരിക്കത്തില്ല, ഒന്നിലധികം ശിമോനെ. ഇവിടെ ശിമോന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ആ കൺഫ്യൂഷൻ ആവും. കാര്യം ഈ കൊർന്നേലിയോസിന് എത്ര ശിമോനുണ്ടെന്ന കാര്യം അറിയത്തില്ല. അപ്പൊ കൃത്യ സ്ഥലവും പറഞ്ഞു, മാത്രമല്ല പ്രൊഫഷനും കൂടെ പറഞ്ഞില്ലേ. അതിന്റെ ജോലി എന്തുവാ? തോൽക്കൊല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ? ടാനർ, പിന്നെ തുകൽ, ലെതർ പ്രോസസ് ചെയ്യുന്ന ആള്. വാസ്തവത്തിൽ യഹൂദന്മാർക്ക് ഇങ്ങനെയുള്ള വ്യക്തികളോടുള്ള സമ്പർക്കം നിഷിദ്ധം. എന്നാൽ പത്രോസ് അത്ര ഒരു ഓപ്പൺനെസ് കാണിച്ചു ഭയങ്കര അത്ഭുതമായിരുന്നു. തുടർന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുന്നു. ഏതായാലും ഈ ദൂത് കിട്ടി ഉടനെ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? കൊർന്നേലിയോസ് എന്ത് ചെയ്തു? അവരോട് സംസാരിച്ച് ദൂതൻ പോയ ശേഷം മറ്റേ വേലക്കാർ രണ്ടുപേരും ഇവരുടെ അടുക്കൽ അവിടെ നിൽക്കുന്നതിന് ദൈവത്തിനെ പടയാളി വിളിച്ചു, സകലവും വിവരിച്ചു പറഞ്ഞു, യോപ്പയിലേക്ക് അയച്ചു. ഈ മനുഷ്യനൊരു അനുഭവം നോക്കി. താൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ദർശനമുണ്ടായി, ദൂതൻ തന്നോട് സംസാരിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇതൊന്ന് വേരിഫൈ ചെയ്യാൻ എന്തൊരു മാർഗമാണ്. ഇതാരോടൊന്ന് ചോദിക്കും. നമ്മളാണെങ്കിലും പറയും, പക്ഷേ എനിക്കിങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു ദർശനമുണ്ട്, എങ്ങനെ ഞാനൊരു ദൈവശബ്ദം കേട്ടു, പക്ഷേ എനിക്കതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വേണ്ട ഉറപ്പില്ല. അത് ദൈവം തന്നെയാണോ സംസാരിച്ചത്? ദൈവം ഇങ്ങനെ ഇടപെടുമോ? അത് ശരിയാണോ? അപ്പൊ പാസ്റ്റർ പറയാം, മനസ്സിലാ കുഴപ്പമില്ല, അത് ദൈവം സംസാരിച്ച. എന്നിട്ട് എനിക്ക് കൂടെ ധൈര്യം പറഞ്ഞു. പിന്നെ ഞാൻ അവിടെയുള്ള പ്രവാചകന്മാരെല്ലാം വിളിച്ച് ആ ദൈവാസനെ എനിക്ക് ഇങ്ങനെ ഒരു ദൂത് കിട്ടി, ഇങ്ങനെ ആരും കിട്ടി, ഇത് ശരിയാണോ? ഇങ്ങനെ വല്ല സാഹചര്യം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ചിലപ്പോൾ ആൾക്കാർ പറയുകയാണെങ്കിൽ ആൾക്കാർ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യം പറയും. ഒരാൾ പറയും അത് ഭയങ്കര ഒരു വെളിപ്പാട്, അത് ദൈവം പറഞ്ഞു. മറ്റേ ആൾ പറയും ഇത് വളരെ സൂക്ഷിക്കണം, ചിലപ്പോൾ മറ്റേ പൊട്ടിയായിരിക്കും. നമുക്ക് ആ കൺഫ്യൂഷൻ. ഏതായാലും ദൈവത്തിന്റെ കൃപയാല് കൊർന്നേലിയോസിന് യാതൊരു കൺഫ്യൂഷൻ ഉണ്ടായില്ല. താൻ ആരോടും അഭിപ്രായം ചോദിച്ചില്ല. കാര്യം തനിക്ക് വളരെ സ്പഷ്ടമായിട്ടാണ് കർത്താവ് ഈ ദൂത് നൽകിയത്. ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിലെ നിന്നെ ഒരിക്കലും കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയല്ല ദൈവം നിനക്ക് ദൂത് തരുന്നത്. നിന്നെ കുഴപ്പത്തിലേക്ക് വിടുവാൻ വേണ്ടിയല്ല ദൈവം നിനക്ക് ആലോചന നൽകുന്നത്. കർത്താവ് അത് വ്യക്തമായിട്ട് നിനക്ക് മനസ്സിലാക്കി തരും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. എന്തെങ്കിലും നിനക്കൊരു സംശയം ഉണ്ടെങ്കിൽ സ്തോത്രം മറ്റുള്ളവരോട് ചോദിച്ച്, പറയരുതെന്നുള്ള അർത്ഥത്തിലല്ല, നീ കൺഫ്യൂഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ സ്തോത്രം ദൈവത്തോട് ചോദിച്ച നിനക്ക് ദൂതും ദർശനവും തരുന്ന വെളിപ്പാടുന്ന ദൈവം തന്നെ അത് വ്യക്തമാക്കി തരും എന്നുള്ള കാര്യം ഞാൻ വേഗത്തിൽ പറഞ്ഞു. പക്ഷെ ഈ മനുഷ്യൻ ഏതായാലും പറഞ്ഞു, ഏതായാലും ഇപ്പൊ ഡ്യൂട്ടിയുടെ സമയം, ഇപ്പൊ ആനുവൽ ഹോളിഡേയുടെ സമയത്ത് ആകട്ടെ, ഒന്ന് ഫ്രീ ആകാം, ആ സമയത്ത് അയക്കാമെന്നൊന്നുമല്ല. ആ ഇമ്മീഡിയറ്റ്ലി the next moment he summoned some of his servants. അവരോട് കാര്യങ്ങൾ വിവരിച്ച് പറഞ്ഞു അവിടെ യാത്ര. അങ്ങനെ അവർ യാത്ര ചെയ്യുന്ന സമയത്ത് പത്രോസ് എവിടെയായിരുന്നു? പത്രോസ് ഈ ശിമോന്റെ വീട്ടിലായിരുന്നു. താന് പ്രാർത്ഥിക്കുന്ന ഒരു സമയം. അപ്പോൾ താൻ വീടിന്റെ മുകളിൽ ടെറസിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. പക്ഷെങ്കിൽ
പ്രാർത്ഥിച്ച് കുറച്ച് കഴിയുമ്പോഴേക്ക് എന്താ സംഭവിച്ചത്? നമുക്ക് പോലെ സംഭവിക്കുന്ന പോലെ ഒരു കാര്യം പുള്ളിക്ക് സംഭവിച്ചു. എന്തോ ഭയങ്കര വിശപ്പ്. പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് വിശപ്പ് അങ്ങോട്ട് അനുവദിക്കുന്നു. എന്നാൽ പിന്നെ പത്രം കഴിച്ചു കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാന്നുള്ള തീരുമാനം നമ്മൾ കൈകൊള്ളുന്ന പോലെ അദ്ദേഹം കഴിക്കും. കാര്യം പ്രാർത്ഥന പിന്നെയാണ് പ്രാർത്ഥിക്കുക. ആഹാരം സമയത്ത് കഴിച്ചില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുന്ന ആർക്ക്? നമുക്ക് കാര്യം. അപ്പോൾ അവൻ ഇങ്ങനെ ഭക്ഷിക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ വീട്ടുകാര് ഭക്ഷണമൊക്കെ ഒരുക്കുന്നുള്ളൂ. അന്ന് നമ്മുടെ പോലെ ഗ്യാസും ഇലക്ട്രിക് ഓവനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സമയം എടുക്കും. ഓർഡർ ചെയ്താലും കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. എന്നാൽ ആ സമയത്ത് താൻ ഇരിക്കുമ്പോൾ തനിക്കൊരു വിവശതോ പെട്ടെന്ന് തനിക്കൊരു ദർശനമുണ്ട്. ആകാശം തുറന്നിരിക്കുന്നതും പിന്നെ ഒരു വലിയ തുപ്പട്ടി, അതൊക്കെ നമുക്ക് മനസ്സിലാകും. ഒരു വലിയൊരു ഷീറ്റ്, വലിയൊരു കാർപ്പറ്റ് പോലെ ഒരു സാധനം. അതിനുള്ളിൽ എന്താ കാണുന്നത്? ഭൂമിയിലെ സകല വിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും. ഒരു ഭയങ്കര ദർശനമാണത്. ഒന്നിനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള സാധനം. ശരി, പെട്ടെന്ന് പത്രോസിനോട് ഒരു ശബ്ദം, നീ എഴുന്നേറ്റ് ആർക്ക് തരിക. വിശന്നിരിക്കുമ്പോൾ കാണുന്ന ദർശനം ചിലപ്പം ഏകദേശം അതിനോടൊക്കെ അനുവദിച്ചായിരിക്കും. പക്ഷേ അത് കേവലം തന്റെ വിശപ്പടക്കുവാൻ വേണ്ടി ദൈവം കൊടുത്തൊരു ദർശനമായിട്ടല്ല നമ്മൾ കാണുന്നത്. എന്നാൽ പത്രോസ് പറഞ്ഞു, സോറി കർത്താവേ, ഞാനൊരു യഹൂദന്. ഞാൻ ഇപ്പോൾ കർത്താവിനെ സേവിക്കുന്നു പറഞ്ഞാലും എനിക്ക് ചില പരിചയങ്ങളും ചില പാരമ്പര്യങ്ങളും ഒക്കെ ഉണ്ട്. അതെനിക്ക് മാറ്റാൻ ചില ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതൊഴികെ ബാക്കി ഏത് കാര്യം പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കും. നമ്മൾ പറയും, വി ആർ മലയാളീസ്, more than that we are Pentecostals and we have some traditions, we have some practices. ഇത് ചിലപ്പോൾ കർത്താവ് നേരിട്ട് പറഞ്ഞാൽ നമുക്ക് മാറ്റാൻ ഇച്ചിരി പ്രയാസം. നമ്മളെ പോലെ ഒരു കക്ഷിയായിരുന്നു പത്രോസ്. ആരാ പറയുന്നത്? ദൈവം പറയുന്നത്. പക്ഷെ ഇപ്പോൾ പറഞ്ഞു പറ്റത്തില്ല. ഉടനെ ആ ശബ്ദം രണ്ടാം പ്രാവശ്യം ഉണ്ടായി. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കും. What God has cleansed, no longer consider those things as unholy. ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമായിട്ട് കരുതുവാൻ പാടില്ല. അപ്പൊ അവിടെ ഞാൻ കാണുന്നത് നമ്മുടെ വീക്ഷണവും ദൈവത്തിന്റെ വീക്ഷണവും തമ്മിൽ ചില സമയത്ത് എന്തുണ്ടാകും? വ്യത്യാസം. ഞാനെപ്പോഴും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താ അറിയാമോ? എന്റെ വീക്ഷണമാണ് 100% ശരി. അത് മാത്രമല്ല, അതെല്ലായ്പ്പോഴും തന്നെ അതിനെയായിരിക്കും ശരി. ഇല്ലയോ? ഒരിക്കൽ വ്യക്തി പറഞ്ഞു, I have made up my mind, please don't confuse me with facts. ഞാനൊരു കാര്യം തീരുമാനിച്ചിരിക്കുക, ഇനി യാഥാർത്ഥ്യം പറഞ്ഞ് എന്നെ കുഴക്കരുതെന്ന്. ഇതാ ടിപ്പിക്കൽ മലയാളി മെന്റാലിറ്റി. പക്ഷേ ഇത് 3-ാം തവണയും ആവർത്തിച്ചു. അത് കഴിഞ്ഞ് സംഗതി വേളയിലേക്ക് തനിക്ക് ഒന്നുപോലും അതിനകത്തുനിന്ന് എടുക്കാൻ പറ്റി. ചില കാര്യം കർത്താവ് നമുക്ക് ചില അവസരങ്ങൾ നൽകും കേട്ടോ. പക്ഷെ അവസാനം നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ കർത്താവ് ചിലപ്പോൾ പിൻവലിച്ചു തരും. അത് നമ്മൾ ഓർത്തും. അപ്പോൾ ഈ ദർശനം എന്തായിരിക്കുന്ന പത്രോസ് ഉള്ളിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. നോക്കിയേ, കൊർന്നേലിയോസിന് ദൈവം ദർശനം നൽകിയപ്പോൾ വളരെ വ്യക്തമായി സ്പഷ്ടമായിട്ട് താൻ കണ്ടു, താൻ അനുഭവിച്ചു. പത്രോസ് ദർശനം നൽകിയപ്പോൾ പുള്ളിക്ക് ആകെപ്പാടെ അങ്കലാറ്റം, താൻ ചഞ്ചലിച്ചു. ഹി വാസ് വെരി പെർപ്ലക്സ്. എന്താ ഇതിനർത്ഥം? അപ്പൊ എനിക്ക് മനസ്സിലാക്കി, എവിടെ ശാപ്പാടിന്റെ വിഷയം മാത്രമല്ല, വലിയ ദൈവത്തിന് എന്തോ പറയാം. അങ്ങനെ താൻ
ഞാനത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊർന്നല്യോസ് അയച്ച പുരുഷന്മാർ ശിമോന്റെ വീട് ചോദിച്ച് പടിവാർക്കുന്നു. അത് മാത്രമല്ല, വന്ന പാടെ വിളിച്ചു ചോദിച്ചു, ഒളിമ്പൽ അടിച്ചെന്ന് ചോദിച്ചു, ഇവിടെ പത്രോസ് എന്ന് മറുപേരുള്ള ശിമോൻ ഇവിടെ പാർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ താന് ഇതൊന്നും കേൾക്കുന്നില്ല. താനെന്റെ വില മനസ്സിലെന്തോ ഈ ദർശനത്തെ കുറിച്ച് ഉടനെ ദൈവത്തിന് അനുഭവം പറഞ്ഞു. എന്താ പറയുന്നേ, 3 പുരുഷന്മാർ ഞാൻ അന്വേഷിക്കുന്നു, നീ എഴുന്നേറ്റ് ഇറങ്ങിയിട്ടില്ല, ഞാൻ അവരെ അയച്ചതാകുന്നത്, ഒന്നും സംശയിക്കാതെ അവരോട് കൂടെ പോവാ. അപ്പോൾ ഈ കണ്ട ദർശനത്തിന്റെ അർത്ഥമാണ് എനിക്ക് അറിയേണ്ടത്. അതിനെ കുറിച്ച് താനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ ഒന്ന് ഗോളിംഗ് ബെല്ലടിക്കുന്നത്, പത്രോസിനെ വിളിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ഉടനെ പറഞ്ഞു, നിന്നെ അന്വേഷിച്ച് ചില ആൾക്കാരെന്നല്ല പറഞ്ഞിരിക്കുന്നത്, 3 പേർ. God is dealing with people in a very specific way. ദൈവത്തിന്റെ ചില പ്രവൃത്തി ചിലപ്പോൾ നമുക്ക് നിസാരമെന്ന് തോന്നുന്ന വിഷയങ്ങളാണെങ്കിലും എത്ര മെറ്റിക്കുലസ് ആയിട്ട്, എത്ര കൃത്യമായിട്ടാണെന്ന് അറിയാമോ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്തത്. പക്ഷെ അത് തിരിച്ചറിയുവാൻ ദൈവം കൃപ നൽകിയൊരു യോഗ്യത ജീവിതത്തിൽ പലർക്കും അത് തിരിച്ചറിയില്ല. അപ്പോൾ പത്രോസ് ഇത് കേട്ടു, ഞാൻ ഇറങ്ങിച്ചെന്നു. ഇവിടെ പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഞാൻ തന്നെ, നിങ്ങൾ വന്ന സംഗതി എന്ന് ചോദിച്ചു. കർത്താവ് എന്താ പറഞ്ഞത്? നീ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലുക, അല്ലയോ, ഞാൻ അവരെ അയച്ചാവും, അതുകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോവാ. നീ ഒന്നും സംശയിക്കില്ല, ഞാൻ അവരെ അയച്ചത്, നീ അവരുടെ കൂടെ പോയാൽ മതി. എന്നാലും പത്രോസ് നമ്മളെ പോലെ തന്നെ ഒരു രക്ഷയാണ്. നിങ്ങൾ വന്ന കാര്യം എന്താ എന്ന് പറഞ്ഞാട്ടെ എന്ന് ചോദിച്ചു. ഉടനെ അവർ പറഞ്ഞൊരു സാക്ഷ്യം നമ്മൾ മുമ്പേ കേട്ട് എന്തുകൊണ്ട് അവർ വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇത്രയും യാത്ര ചെയ്ത് വന്നാൽ ക്ഷീണിച്ച് വന്നാൽ അതുകൊണ്ട് ഇവിടെ തന്നെ പാർക്കാം, നമുക്ക് പിറ്റേ ദിവസം പോകാം. അങ്ങനെ പത്രോസ് പോകാൻ തുടങ്ങിയപ്പോൾ കൂടുതലുള്ളവർ പറഞ്ഞു, ഇത് എന്താണെന്ന് അറിയത്തില്ല, ഒരു ഹൈ ഒഫീഷ്യൽ അവിടെ ആർമിയിലെ ഒരു ആളെ വിളിക്കുന്നത്, പത്രോസെ നീ ഒറ്റയ്ക്ക് പോകാൻ അത്ര സേഫ് ആണെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങളും കൂടെ ഒന്ന് വരാം, അല്ലേ. പെട്ടെന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഒരു ഇൻഫർമേഷൻ ലഭിക്കുക, അടുത്ത ദിവസം നിങ്ങൾ സ്റ്റേഷനിൽ ഹാജരാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂളായിട്ട് അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റുമോ? നമുക്ക് ആ കൺഫ്യൂഷൻ അല്ലേ. നമ്മളുടനെ മറ്റുള്ളവരോട് പറയും, പിന്നെ അവരോട് ഒക്കെ തന്നെ പോകണ്ട, എന്താണെന്ന് അറിയത്തില്ല, നിങ്ങളും വരാം. ഒരുപക്ഷെ ആ ഒരു ചിന്തയിലായിരിക്കാം ഇവരും പോകുന്നത്. ഏതായാലും അവരവിടെ എത്തി, അവർ യാത്ര ചെയ്ത് പിറ്റേ നാൾ എത്തി. എന്നാൽ അവിടെ ചെന്നപ്പോൾ പത്രോസിന് ഭയങ്കര അത്ഭുതം സ്വാഭാവികമായിട്ട് തോന്നിയ. അവിടെ കൊർന്നല്യോസിനെ കാണാൻ വേണ്ടി എത്തിയപ്പോൾ കൊർന്നല്യോസിനെ തനിക്ക് കാണാൻ കഴിയില്ല. കാര്യം അവിടെ ഭയങ്കര ഒരു പുരുഷാര വലിയ ആൾക്കൂട്ടം. പിന്നെ ചോദിച്ചു, എവിടെ കൊർന്നല്യോസ്? അതേപോലത്തെ ആദ്യത്തെ മുറിയിലുണ്ട്. പെട്ടെന്ന് ഓടി വന്ന് തന്നെ സ്വീകരിച്ചു. ഉടനെ കൊർന്നല്യോസ് വന്ന പാടെ അദ്ദേഹത്തിന്റെ കാലിലോട് വീണ്. കാര്യം ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞ് വരുത്തിയിരിക്കുന്ന വ്യക്തിയാണ്, ഒരു സാധാരണ വ്യക്തിയാണ്. അതുകൊണ്ട് തനിക്ക് ലഭിച്ച കാഴ്ചപ്പാടനുസരിച്ച് ആ ദേവദാസിന്റെ കാലിൽ വീണ് നമസ്കരിച്ചു. ഉടനെ പത്രോസ് ഒരിക്കലും കിട്ടാത്തൊരു അംഗീകാരം, അല്ലേ, ആദ്യമായിട്ട് ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യുന്നത്. ഓ, ഇത് വാസ്തവത്തിൽ യോഹന്നാനും അതുപോലെ അന്ത്രയോസും അവരെല്ലാവരും കാണേണ്ട ഒരു വിഷയമാണ്. കാര്യം പലപ്പോഴും ഇവരെല്ലാവരും ഭയങ്കര നിർദ്ദയക്കാരനായിട്ട്, അല്ലെങ്കിൽ ഇവൻ ചെയ്യുന്ന പല കാര്യം അബദ്ധത്തിൽ അവസാനിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവരെന്നെ പലപ്പോഴും അവരെന്നെ കൊച്ചാക്കാൻ സാധിച്ചു. ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ച് തന്നെ വേണമായിരുന്നു ഈ പ്രവൃത്തി ചെയ്യുന്നത്. പത്രോസ് അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്, നമ്മളാണ് ചിന്തിച്ചത്. അന്ന് അവരെന്നെ താഴ്ത്തിയതിന് ദൈവം ഇവിടെ എന്നെ ഉയർത്തുന്ന ഒരവസ്ഥ. നമ്മൾ ശക്തമായിട്ട് ഒരു സ്വത്രം പറഞ്ഞു. പത്രോസ് ഒരു സ്വത്രമൊന്നും പറഞ്ഞില്ല, പെട്ടെന്ന് എഴുതാക്കാൻ പറഞ്ഞു. എന്തോ ചെയ്യുന്നത്? ഞാൻ നിങ്ങളെ പോലെ എന്താ പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞിരിക്കുന്നത് ഞാനൊരു മനുഷ്യൻ, ഹ്യൂമൻ ബീയിങ് ലൈക്ക് യു. എനിക്ക് യാതൊരു പ്രത്യേകതയില്ല. നമുക്കൊരു പ്രത്യേകത ഇല്ലെങ്കിൽ നമ്മളെന്താ വിചാരിക്കുന്നത്? നമുക്ക് ഭയങ്കര പ്രത്യേകത ഉള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ മനുഷ്യൻ പറയുക, പത്രോസ് പറയുക, ഞാൻ സാധാരണ മനുഷ്യൻ, ഒരു സാധാ മനുഷ്യൻ, എനിക്ക് യാതൊരു പ്രത്യേകതയില്ല.
അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പത്രോസ് പറഞ്ഞു, പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ ജീവിതത്തിൽ അതിൽ പതിവില്ലാത്തൊരു കാര്യമാണ്. ഞാനിങ്ങനെ ജാതികളായ വ്യക്തികളെടുത്തൊന്നും സംസാരിക്കുകയോ ചെയ്യാറില്ല. ഞങ്ങൾ നല്ല കുടുംബത്തിൽ പിറന്നവരാണ്. അത് മാത്രമല്ല, ഞാൻ ഇത്രനാളായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അതുകൊണ്ട് ഇതൊന്നും സാധാരണയല്ല. പിന്നെ എങ്കിലും ദൈവം എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നതല്ല. എനിക്കത് വരാൻ അത്ര സന്തോഷമില്ലായിരുന്നു. ഇപ്പോഴും എനിക്ക് അത്ര സന്തോഷമില്ല എന്നതിനാ പുള്ളി കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ട് കൊർന്നേലിയസിന് അതൊന്നും ഓർത്ത് പ്രയാസമൊന്നുമില്ല. നമ്മളൊക്കെ ആണെങ്കിൽ ഓർക്കുക, ഞാൻ ഇത്ര കാര്യമായിട്ട് വിളിച്ചിട്ട് പുള്ളി ഇതൊക്കെയാണ് പറയുന്നത്. നമ്മളൊക്കെ ചിന്തിച്ചാൽ കൊർന്നേലിയസ് നമ്മൾ വ്യത്യസ്തമല്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം താൻ പറയുന്നത് എന്താ പറയുക, 34 വാക്യത്തിൽ, നീ വന്നത് ഉപകാരം, കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെ കേൾക്കുവാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന് മുമ്പാകെ കൂടിയിരിക്കുന്നെന്ന് പറഞ്ഞു. നീ വന്ന ഞങ്ങൾക്ക് വളരെ സന്തോഷം. എന്നാൽ ഞങ്ങൾക്ക് ഇന്ന് ഒരു പ്രത്യേക കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾക്കുവാൻ ഇന്ന് ഞങ്ങൾ ദൈവത്തിന്റെ മുമ്പാകെ കൂടി. ഈ മനുഷ്യനെ കുറിച്ച്, കൊർന്നേലിയോസിനെ കുറിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്താത്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. He was a man of faith, real faith. എന്ന് പറഞ്ഞാൽ ഈ പത്രോസ് എന്ന വ്യക്തിയെ നീ ആലോചിച്ച് വരുത്തണം. സപ്പോസ് പത്രോസിനെ അവിടെ ഈ ശിഷ്യന്മാർ അല്ലെങ്കിൽ തന്റെ ദാസന്മാർ കണ്ടു. പത്രോസിനെ വിളിക്കുക. പത്രോസിന്റെ ഡയറി നോക്കിയിട്ട് പറയുക, സോറി, എനിക്ക് അടുത്ത 3 ആഴ്ചയിൽ ഞാൻ ഫുൾ ബുക്ക്ഡാണ്, അതുകൊണ്ട് സോറി, എനിക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ വരാൻ പറ്റത്തുള്ളൂ എന്ന് പത്രോസ് പറഞ്ഞു കഴിഞ്ഞാലോ? പക്ഷെ ഇതൊന്നും അറിയാത്ത പാവം കൊർന്നേലിയോസ് വീട്ടുകാരെ നാട്ടുകാരെ എല്ലാം വിളിച്ചു കൂട്ടി, എല്ലാം സെറ്റപ്പ് ചെയ്തിരിക്കുക. ഇൻ കേസിൽ പത്രോസ് വന്നില്ലായിരുന്നെങ്കിൽ എന്താ അവിടെ സംഭവം നടക്കുന്നത്? അപ്പൊ അവർ ചോദിക്കുക, എന്താ ഇതിന്റെ കാരണമാണ്? അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചാണ്. അവർ ഞാനിങ്ങനെ സ്വപ്നം കണ്ടു, ദർശനം കണ്ടു, അതുകൊണ്ട് ഇന്ന പേര് മനുഷ്യനെ ദൈവം വിളിക്കാൻ പറഞ്ഞു, അദ്ദേഹത്തെ വിളിക്കാൻ ആളെ വിളിക്കുന്നുണ്ട്, അദ്ദേഹം വരും. അഥവാ വന്നില്ലായിരുന്നെങ്കിൽ അവിടുത്തെ സ്ഥിതി എന്താവായിരുന്നു? അവർ പറയും, ഈ പുള്ളിക്ക് സാരമായിട്ട് ഏതോ പ്രശ്നമുണ്ട്, നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ലൊരു ഓഫീസറായിരുന്നു, സാരമായിട്ട് ഏതോ പ്രശ്നമുണ്ടായി, അദ്ദേഹത്തിന് വെളിപ്പാടാണെന്ന് പറയുന്നത് വെളിവേടാണ്. അത് മാത്രമല്ല, ഈ ഞങ്ങൾ ഏത് സമയം മെനക്കെടുത്ത് ഡ്യൂട്ടിയും കളഞ്ഞ് ഓവർ ടൈം ഉണ്ടായിരുന്ന അത് നഷ്ടപ്പെടുത്തി എല്ലാം കൂടെ ഞങ്ങൾ കുത്തിയിരിക്കുക. അവസാനം പറയുക, സോറി, നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കത്തില്ല എന്നും പറയും. അവിടുത്തെ അന്തരീക്ഷം ചിരിച്ചു നോക്കി. ഇതൊന്നും വേണ്ടായിട്ട് നമ്മുടെ ഇടയിലൊക്കെ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ എന്തുമാത്രം അഭിപ്രായങ്ങൾ നമ്മൾ പറയാറുണ്ട്, കേൾക്കാറുണ്ട്. എന്നാൽ ഈ മനുഷ്യൻ ഇത് വലിയ ഇങ്ങനെയുള്ള റിസ്കുകളെല്ലാം ഉണ്ടായിട്ട് വിശ്വസിക്കാൻ ഇടയായിത്തീർന്നു. പക്ഷെങ്കിൽ ആ വിശ്വാസം എങ്ങനെയാണ് താൻ വെളിപ്പെടുത്തിയത്? വെറുതെ വിശ്വസിക്കുക മാത്രമല്ല, വിശ്വസിച്ചോട് ഞാനിങ്ങനെ സ്വത്രം പറഞ്ഞിരിക്കുക മാത്രമല്ല, താൻ വിശ്വസിച്ച കാര്യം പ്രവർത്തിക്കുവാൻ താൻ സ്റ്റെപ്പ് എടുത്തു. അതുകൊണ്ട് ഒരിക്കലും ദേവാസം പറഞ്ഞത് വിശ്വാസത്തെ കുറിച്ച്, faith is not simply believing in spite of evidence, but faith is obeying in spite of consequence. വിശ്വാസം എന്ന് പറയുന്നത് തെളിവുകളില്ലാത്ത സമയത്ത് നാം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുന്ന ഒരു വസ്തുതയേക്കാൾ ഉപരി അനന്തരഫലം എന്തെന്ന് നോക്കാതെ അനുസരിക്കുന്നതാണെന്ന് വിശ്വാസം. ജോൺ മേയർ എന്ന് പറഞ്ഞ ദൈവാസം പറഞ്ഞൊരു ഉത്തരവില്ല പറഞ്ഞത്. അപ്പോൾ ഈ മനുഷ്യന്റെ വിശ്വാസപ്പെടുന്നത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്? ദൈവം എന്ത് പറഞ്ഞോ അതൊട്ടും സംശയിക്കാതെ അതുപോലെ താൻ പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മുടെ വിശ്വാസം എങ്ങനെ വെളിപ്പെടേണ്ടത്? നമ്മുടെ അനുസരണത്തിൽ. ഞാൻ ദൈവാനെ വിശ്വസിക്കുന്നു, ഞാൻ കുറെ നാളായിട്ട് കേൾക്കുന്നു, ഞാൻ ഇവിടെ വരുന്നു, പക്ഷെ എനിക്ക് ഇതുവരെയും അനുസരിക്കുവാൻ ഞാൻ തയ്യാറായിട്ടില്ല. കാര്യം എനിക്ക് കുറച്ചും കൂടെ വിശ്വാസം വേണമെന്നായിരിക്കും ചിലപ്പോൾ നമ്മൾ പലരും പറയുന്നത്. എന്നാൽ സ്തോത്രം, നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇനി നീ സംശയിക്കാതെ അതനുസരിക്കുവാൻ തയ്യാറാകുക. സ്തോത്രം, അവിടെയാണ് ദൈവത്തിന് അനുഗ്രഹം വെളിപ്പെടുവാൻ പോകുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ വളരെ വിശ്വാസമുള്ള മനുഷ്യൻ തന്റെ പ്രവൃത്തിയിലൂടെ തന്നെ വെളിപ്പെടുത്തി. സ്തോത്രം, കർത്താവിന്റെ പരസ്യശുശ്രൂഷയുടെ ആരംഭം മുതൽ അന്ത്യകൽപ്പന വരെയുള്ള സകല കാര്യങ്ങളും ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് വളരെ വ്യക്തമായിട്ട് താൻ പ്രസംഗിച്ചു.
താൻ എന്തോ പറയുന്നത്? യേശുവിലൂടെയുള്ള രക്ഷ നമുക്ക് പറയാനുള്ള, ലോകത്തിന് കൊടുക്കുവാനുള്ള വലിയ സന്ദേശം അറിയാമോ? ഏറ്റവും അതിപ്രധാനമായ സന്ദേശം നമ്മളെ കുറിച്ച് പറയുകയില്ല, നാം ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് പറയുകയില്ല, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വലിപ്പം പറയുകയില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ചർച്ചിന്റെ സെറ്റപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്റെ പ്രത്യേകതകളെ കുറിച്ചോ അദ്ദേഹത്തിന്റെ ഡിഗ്രികളെ കുറിച്ചോ ഒന്നും പറയില്ല. അതൊന്നും അപ്രസക്തമാണെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതെല്ലാം നമുക്ക് പറയാൻ അവസരം കിട്ടുകയും ഒറ്റ കാര്യം അവർക്ക് കൊടുത്താൽ മതി. എന്നറിയാമോ? യേശു എന്റെ നിങ്ങളുടെ രക്ഷ. ഇത് പറയാതെ എത്ര പ്രസംഗിച്ചാലും അതെന്താകത്തില്ല. ഇന്ന് പല സുവിശേഷ പ്രസംഗങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയാത്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ സുവിശേഷം മാത്രം. ബാക്കി എല്ലാ കാര്യങ്ങളും, ഈ ലോകത്തിന്റെ കാര്യങ്ങളുണ്ട്, സയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാംസ്കാരിക ആവശ്യതയെ കുറിച്ചും എല്ലാത്തെ കുറിച്ചും ഭയങ്കര സിസ്റ്റമാറ്റിക് ആണെന്ന് പറയാൻ പറ്റും. അവസാനം എന്ത് മാത്രമില്ല, സുവിശേഷം. ദൈവമക്കളെ, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. അല്ലേ? നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയാനുണ്ട്. എങ്കിലും നമ്മൾ പറയേണ്ടുന്ന കാര്യം എന്താണെന്നറിയാമോ? സുവിശേഷം. അത് പറയാൻ നമുക്കൊരു അവസരം കിട്ടുന്നെങ്കിൽ അതിന് പകരം എന്തൊക്കെ പറഞ്ഞാലും സുവിശേഷം പറയുന്നതിന് അനുഭവം ഉണ്ടാവുമോ? ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇതിന് ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുക്കുക. സ്തോത്രം. സുവിശേഷം പറയുക, മറ്റുള്ളവരോട് കർത്താവ് തന്ന ആ രക്ഷയുടെ സന്തോഷം പങ്കുവെക്കുവാൻ നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ സ്തോത്രം, ദൈവം നമ്മുടെ വാക്കുകളിലൂടെ, ദൈവം നമ്മുടെ അനുഭവങ്ങളിലൂടെ സഭയിലേക്ക് വ്യക്തികളുണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മളിവിടെ ഇവിടെ ഇരിക്കാനുള്ള കാരണം എന്തുവാ? നമ്മളോട് ആരെങ്കിലും സുവിശേഷം പറഞ്ഞ നിമിത്തമല്ലേ നമ്മളിവിടെ ഇരിക്കുന്നത്? അല്ലേ? അതോ ഈ കൊർന്നേലിയോസിന് ഉണ്ടായതുപോലെ ദൂതൻ നേരെ പ്രത്യക്ഷനായി നമ്മളിവിടെ വിളിച്ചുകൊണ്ട് വന്നതാണ്? അല്ല. Someone must have told, someone must have shared this gospel with us. So we are here as a result of that testimony, that sharing. അതുകൊണ്ട് നമുക്ക് ലഭിച്ചാൽ മാത്രം പോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കുവാനും തയ്യാറാകണം. സ്തോത്രം. എന്നാൽ ഈ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേളയിൽ സ്തോത്രം, ഈ ജനം എന്താ ചെയ്യുന്നത്? വളരെ ശ്രദ്ധയോടെ കേട്ടു. അവർ കേൾക്കുക മാത്രമല്ല, വചനം അവർ കൈക്കൊള്ളുവാൻ തീർന്നു. അവിടെ പത്രോസ് ഈ വചനം പറയുമ്പോൾ തന്നെ സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഹൃദയങ്ങളിൽ പരിവർത്തിക്കുവാൻ തുടങ്ങി. അവരുടെ ഉള്ളിൽ എന്തുണ്ടായി? വലിയ പാപബോധമുള്ളതായി. അവർ മാനസാന്തരപ്പെടുവാൻ ഇടയായി തീർന്നു. അവർ യേശുവിന് ജീവിതം സമർപ്പിച്ചതൊന്നും അവിടെ ഓരോ കാര്യങ്ങളും വസ്തുനിഷ്ഠമായിട്ട് അവിടെ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും സ്തോത്രം, ഇവർ അവരുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരത്തിന് വേണ്ടി വചനത്തിന് മുമ്പാകെ തങ്ങളെ തന്നെ സമർപ്പിച്ചപ്പോൾ സ്തോത്രം, കർത്താവിനെ അടങ്ങിയിരുന്നില്ല. സ്തോത്രം. ചില നാളുകൾക്ക് ശേഷം ഇവർക്ക് കൊടുക്കുവാൻ വിചാരിച്ച ഒരു കാര്യം ആ സമയം തന്നെ കർത്താവ് കൊടുത്തു. എന്താണെന്നറിയാമോ? എന്തുവാ? പരിശുദ്ധാത്മാവെന്ന ദാനം. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. നാം ദൈവസന്നിധിയിൽ വളരെ ആവലോടെ, വലിയ വാഞ്ചയോടെ, വളരെ ആർത്തിയോടെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ സ്തോത്രം, ഒരുപക്ഷെ കർത്താവ് ചില നാളുകൾക്ക് ശേഷം നമുക്ക് വേണ്ടി സംഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ത് ചെയ്യുന്നറിയാമോ? കർത്താവ് ഇനി ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. എൻ്റെ കുഞ്ഞിന്റെ ആ ആഗ്രഹവും അവന്റെ ആ പാഷനും അവന്റെ തീഷ്ണതയും എന്നോടുള്ള സ്നേഹവും ഒക്കെ ഞാൻ കാണുമ്പോൾ ഇനി ഞാൻ ഐ ക്യാൻ വിത്ത്ഹോൾഡ് ദാറ്റ് particular thing from her anymore. കർത്താവ് വേഗത്തിൽ കൊടുക്കും. ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് വെക്കും. അവരോട് പെട്ടെന്ന് പറയത്തില്ല. നമ്മുടെ ഓർക്കുന്നത് അറിയാമോ? ഇച്ചിരി കഴിഞ്ഞിട്ട് കൊടുക്കാം, ഇല്ലേ? പക്ഷേങ്കില് നമ്മൾ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഗിഫ്റ്റ് ഉണ്ട്. ചിലപ്പോൾ നമ്മളത് അവർ കാണാതെ ചില ദിവസങ്ങൾ മാറ്റി വെച്ചാലും ചിലപ്പോൾ ഇവരാ നല്ല നമ്മളോട് ആ സ്നേഹവും അവർ പക്ഷെ ഇതൊന്നും അറിയുന്നില്ല. കേട്ടോ, ഗിഫ്റ്റ് ലഭിക്കുവാൻ വേണ്ടിയുള്ള സ്നേഹമല്ല. അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ. പക്ഷെ അവര് മാതാപിതാക്കന്മാരെന്തെങ്കിലും നമ്മളെ സ്നേഹിക്കുകയും നമ്മളോട് കരുതുകയും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇനി ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് കൊടുക്കാന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കുമോ? ഇല്ല. നമ്മളെന്ത് ചെയ്യും? നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കും. ഞാൻ എൻ്റെ അനുഭവം, ഞാൻ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവം നമുക്ക് നൽകുവാനിരിക്കുന്ന അനുഭവങ്ങളും അനുഗ്രഹങ്ങളും മാറ്റി വെക്കുമോ? സ്തോത്രം, മാറ്റി വെക്കത്തില്ല. പക്ഷെങ്കിൽ അങ്ങനെ കർത്താവ് തീരുമാനിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രതികരണം നമ്മിൽ നിന്ന് ഉണ്ടായിരുന്നു. ഇത് കിട്ടുമെന്ന് ഓർത്ത്, അല്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടി സുഖപ്പെടുന്ന പരിപാടി. അയ്യോ
നമുക്കൊക്കെ അറിയാമല്ലോ അല്ലേ? നമുക്കൊരു കാര്യം സാധിക്കണമെങ്കിൽ എത്ര തന്മയത്വമായിട്ട് നമ്മളത് അവതരിപ്പിച്ച് നമ്മളത് നേടിയെടുക്കുമല്ലേ? ഒരുപക്ഷെ മറ്റുള്ളവർ അറിയാതെ പോലും നമ്മുടെ പോക്കറ്റിൽ നമ്മുടെ കയ്യിലൊക്കെ വീഴും. പക്ഷെ ദൈവത്തിന് മുമ്പാകെ പരിപാടി നടക്കത്തില്ല. പക്ഷെ ഇനി ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവം. സ്തോത്രം. ഇവർ ഈ വചനം കേട്ടപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന വചനമാണ്. സ്തോത്രം. എന്നാൽ എത്ര ആർത്തിയോടെ അവരിയ്ക്കുന്നത്. അവരെ സ്തോത്രം പറയാൻ നമ്മള് ജാക്കിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ, ഒന്നും പറഞ്ഞ് അവരെ ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അത് ഉള്ളതുപോലെ സ്വീകരിപ്പാനായി അവർ ഹൃദയത്തെ വിട്ടു. ആ ദൈവം പരിവർത്തിക്കുവാനായി അവരുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. കർത്താവ് ഒരു സെക്കൻഡ് പോലും താമസിച്ചില്ല. വചനം കേൾക്കുന്ന മാത്രയിൽ എന്താ സംഭവിച്ചത്? സ്തോത്രം. ഒന്ന് വായിച്ചു. അപ്പോൾ പത്രോസ് ശുശ്രൂഷിക്കുന്ന സമയത്ത് സംഭവിച്ച കാര്യമില്ല. ഇനി അവരെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഇനിയും നമുക്ക് അടുത്ത ഒരാഴ്ച ഉപവാസ പ്രാർത്ഥന നടത്താം. അത് കഴിഞ്ഞ് സ്പെഷ്യൽ മീറ്റിംഗ് നടത്താം. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അഭിഷേകം ലഭിക്കുമായിരിക്കും. ഒന്നും പറയേണ്ട കാര്യം വന്നില്ല. താൻ ഈ പറഞ്ഞ ശുശ്രൂഷ മാത്രയിൽ തന്നെ പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മ ദാനം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലോ അനുഭവത്തിലോ ഒന്നും ആയിരിക്കില്ല. നമുക്ക് ചില മുൻവിധികളുണ്ട്, ചില ധാരണകളുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന ട്രാക്കിലൂടെ മാത്രമേ പരിശുദ്ധാത്മാവ് മൂടിയാറുള്ളൂ. അതിനപ്പുറം ഇപ്പുറം പോകാൻ പാടില്ല. ഞാൻ പരിചയിച്ചിരിക്കുന്ന ഒരു അനുഭവമുണ്ട്. അതിനപ്പുറത്ത് ഒരിക്കലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയും, പരിശുദ്ധാത്മാവ് എന്നെ നിയന്ത്രിക്കുന്നതിന് പകരം ഞാനിപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുക. ഞാൻ പറയുന്നതനുസരിച്ച് മാത്രമേ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പാടുള്ളൂ. എന്നാൽ എന്തെങ്കിലും അങ്ങനെ ധാരണ പത്രോസിനുണ്ടായിരുന്നെങ്കിൽ കർത്താവ് അവിടെ അത് എന്താ പറയുന്നത്, കംപ്ലീറ്റ് ഡിമോളിഷ് ചെയ്യാൻ ചെയ്യും. കാര്യം പത്രോസ്, നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. നിന്റെ കയ്യിലുമല്ല നീ നിയന്ത്രിക്കുന്നത്. സ്തോത്രം. പ്രസംഗിക്കൊണ്ടിരിക്കും. അത് തല കൈവെക്കാനോ ശാസിക്കാനോ അല്ലെങ്കിൽ ഒന്നും ഒരവസരവും ലഭിച്ചില്ല. വചനം ശുശ്രൂഷിക്കുന്ന മാത്രമല്ല, അവർ വചനം ഏറ്റെടുത്തപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുറന്ന് ചെയ്യാനുള്ള ക്രിയ ചെയ്തു. ദൈവം ഇന്ന് പലകാലം ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഏതെങ്കിലും വ്യക്തി ചില നാളുകളായി സ്തോത്രം വിശ്വാസത്തിന്റെ അനുഭവത്തിൽ വന്നു, മറ്റുള്ളവർ ദിവസങ്ങളിൽ ദൈവാത്മാവിൽ പാടി ആരാധിക്കാൻ സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ ഇതെന്തുവാ എന്ന് ചിലപ്പോൾ ചിന്തിക്കും. ശരിയാണോ ചിന്തിക്കും. അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് കിട്ടാത്തത്, ശരിയാണ് എനിക്കെന്താ കിട്ടാത്തത്. നമുക്ക് പല റീസണും കാണുമായിരിക്കാം. ഇനി ഞാൻ അതിനുവേണ്ടി എത്ര നാൾ ഉപവസിക്കണം, എത്ര നാൾ ചെയ്യണം എന്നൊക്കെ പല ചിന്തകൾ വരും. എന്നാൽ സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ സമയത്ത്, നിങ്ങൾ ഇരിക്കുന്ന ഈ ചെയറിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സ്തോത്രം നിറയ്ക്കുവാൻ അവന് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. എന്താ വേണ്ടതെന്നറിയാമോ? ഒരുക്കപ്പെട്ട ഒരു ഹൃദയം വേണം. സ്തോത്രം. ദൈവത്തിന്റെ കരങ്ങളിൽ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുക, നിങ്ങളെ തന്നെ എറിഞ്ഞു കൊടുക്കുക. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിനെ നിറയ്ക്കും. ഒരു പക്ഷേ സ്തോത്രം അല്പം വൈകി കൊണ്ട് അതിന്റെ ശ്രേഷ്ഠത കുറയല് ചെയ്യുന്നത്, അതിന്റെ ശ്രേഷ്ഠത വർദ്ധിക്കുക. ചിലപ്പോൾ മറ്റുള്ളവർക്ക് ആ ദൈവം നൽകുന്നതിൽ ഉപരിയായിട്ടുള്ള ചില അനുഭവങ്ങൾ ചിലപ്പോൾ ഇതോടൊപ്പം ദൈവം നിങ്ങൾക്ക് ഒരുക്കി വെച്ചുണ്ടായിരിക്കാം. എങ്കിലും ഈ കൊർന്നേലിയോസിനെ ഈ പത്രോസിനെ കേട്ട ഈ ദൈവമക്കൾക്കുണ്ടായ അനുഭവം ദൈവം നമ്മിൽ പ്രതീക്ഷിച്ചു. ഇതെല്ലാവരും കണ്ടു. അവർ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നു. സ്തോത്രം. അന്തരീക്ഷമെല്ലാം വ്യത്യാസമുണ്ടായി. എന്നാൽ പത്രോസിനോട് കൂടെ ഉണ്ടായിരുന്ന വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള പരിച്ഛേദനക്കാരായ ചില വിശ്വാസികളുണ്ടായിരുന്നു. അവർക്ക് ആ കൺഫ്യൂഷൻ. ദൈവം നമുക്ക് വേണ്ടി മാത്രം നൽകിയ ഈ സ്പെഷ്യൽ ഗിഫ്റ്റ് ജാതികളായി ഇവർക്ക് കൊടുത്തല്ലോ അല്ലേ എന്ന് പറഞ്ഞ് വിസ്മയിച്ചു. ദൈവത്തെ സ്തുതിക്കുന്നതിന് പകരം ദൈവമേ ഞങ്ങൾക്ക് പകർന്ന ഈ അനുഗ്രഹം ഇവർക്ക് നൽകിയെന്ന് ഓർത്ത് ഇവരെന്താ ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ അവർ കടപ്പെട്ടത്. പക്ഷെ അവർക്കൊന്ന് അത്ഭുതം, ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ലല്ലോ എന്നോർത്ത് അവർ വിസ്മയിക്കും. എന്നാൽ പെട്ടെന്ന് അവര് അടുത്തൊരു കാര്യത്തിലേക്ക് പോവാ. നമ്മെപ്പോലെ പരിസ്ഥാനം ലഭിച്ച് ഇവരെ സ്നാനം കഴിപ്പിച്ചുകൂടാവണമെങ്കിൽ വെള്ളം വിലക്കുവാൻ ആർക്കും വേണ്ടത്. പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ കൽപ്പിച്ചു.
അവൻ ചില ദിവസം അവിടെ താമസിക്കണമെന്ന് അപേക്ഷിച്ചു. അനുഗ്രഹിക്കപ്പെട്ട യോഗത്തിന്റെ പര്യവസാനം വളരെ അത്ഭുതകരമായ രീതിയാണ്. പത്രോസ് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല, കൊർന്നേലിയോസോ കൂടിയിരുന്നവരോ ഒരിക്കലും മനസ്സിൽ കരുതി ഉപരിയായിട്ടുള്ള ഒരു ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ നടക്കുവാനിടയിൽ തീർന്നു. അത് വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് മനസ്സിലാകുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിൽ രേഖപ്പെടുത്തി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കണ്ണുകൾ വയ്ക്കാം ഒരു നിമിഷം.